ചാത്തല്ലൂർ ചോലാർമല ആദിവാസി കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണം കോളനിവാസികൾ തടഞ്ഞു. പരാതിയെ തുടർന്ന് പോലീസ് എത്തി നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. നിങ്ങൾക്ക് നടത്താനുള്ള കൃത്യമായിട്ടുള്ള അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. നിർത്തി വെക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള നിയമം മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ നടപ്പിലാക്കുക. വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞ പോലെ കൃത്യമായിട്ട് രേഖ വേണം. നമ്മളെ വിളിച്ചു പറയാം. അത് നമ്മളോട് വിളിച്ചു പറയാം. തന്നാല് മതി. അല്ല വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഓർഡർ വേണ്ടേ? അതെ, വർക്ക് റോഡെന്ന് പറയുന്നത് ഇത് റോഡാണ്, വീതിയുള്ള സ്ഥലത്താണ്. നമ്മുടെ ആൾക്കാർക്ക് പരാതിയുണ്ട്. മണ്ണിൽ പറയുന്നില്ല, റോഡ് നന്നാക്കല്ലേ. റോഡ് നന്നാക്കാനാണെങ്കിൽ ശരി, പ്രദേശത്തുള്ള ആൾക്കാർക്ക് പരാതി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഈ പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് റോഡ് വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആ റോഡ് നിന്നിട്ട് പഞ്ചായത്തിന്റെ മറ്റൊരു അനുമതി വേണം, അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ പറഞ്ഞു നമ്മള് തെറ്റ് പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞു എല്ലാ ഞങ്ങൾ വില്ലേജ് പേപ്പർ കൊടുത്തു, പഞ്ചായത്ത് പേപ്പർ കൊടുത്തു, ഞങ്ങൾ അവിടെ മേലക്ക് പേപ്പർ കൊടുത്തു, എല്ലായിടത്തും കൊടുത്തിരിക്കണം. അവർ പറഞ്ഞു ഇന്നലെ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തുടങ്ങിക്കോളി, നിങ്ങൾ രേഖയുള്ള ഭൂമിയിലാണ് നിങ്ങൾ പേപ്പർ പണി എടുക്കണേ. അപ്പൊ നിങ്ങൾ തുടങ്ങി വേറെ ആളെ വളപ്പിൽ പോയി പറമ്പ് പണിയെടുക്കണമെങ്കിൽ നമുക്ക് തടസ്സമാണ്. പറഞ്ഞില്ല, ഞങ്ങൾക്ക് വീടുകളുള്ള റോഡാണ്, ഞങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഈ റോഡ് നന്നാക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല. അപ്പൊ ഇവർക്ക് ഞങ്ങൾ കൂടി കൊടുക്കുക. തുടങ്ങാൻ പറഞ്ഞു. ആ വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്തോ, ആ വണ്ടി സ്റ്റേഷൻ അവിടെ എടുത്തോ. ബാക്കിയെല്ലാം അല്ല, ഇത് ഞാൻ ബാക്കിയുള്ളൂ. നിങ്ങൾ തുടങ്ങിക്കോ, നിങ്ങൾ തുടങ്ങി. ഞാൻ ഇതിലല്ല. വാഹനം എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ അതിന് പെർമിഷൻ നോക്കട്ടെ, അത് അറിയിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ അറിയുന്നില്ല, നിങ്ങൾ ചെയ്തോ. ഉരുൾപൊട്ടൽ മേഖലയായ ചോലാർമല ആദിവാസി കോളനിക്ക് സമീപം വലിയ തോതിൽ മണ്ണെടുത്ത് റോഡ് നിർമ്മാണം നടത്തുന്നത് അപകട സാധ്യത ഉണ്ടാക്കുമെന്നാണ് കോളനിവാസികൾ പറയുന്നത്. 2017-18 മുതൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 19 സ്ഥലത്ത് ഇവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അപ്പോ 2022 ഇവിടുത്തെ കോളനിക്കാരെ മുഴുവൻ ഉരുൾപൊട്ടൽ മേഖല എന്ന് പറഞ്ഞു. ഇപ്പോൾ കപ്പകല്ല് ഭാഗത്ത് 10-15 വീട്ടുകാരെ ഒഴിവാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ചോലാറ കപ്പകല്ലൊക്കെ ഉരുൾപൊട്ടൽ മേഖല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥര് വില്ലേജ് ഓഫീസിൽ നിന്ന് കടലാസും കാര്യങ്ങളും വന്നു. സർക്കാരിൻ്റെ 12 ലക്ഷം റുപ്യ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഓരോ വീട്ടുകാരും. കാരണം 5 സെന്റ് സ്ഥലം താഴെ ഉരുൾപൊട്ടല്ലാത്തോട്ട് വാങ്ങുക അങ്ങാടിയിൽ. അതിൽ വീടും സർക്കാർ വെച്ച് കൊടുക്കുക. ഇവിടെ കൃഷി ചെയ്യാൻ മാത്രമാണ്. പിന്നെ ഇപ്പോൾ JCB ഉപയോഗിച്ചവർ മാത്രം ഉരുൾപൊട്ടൽ മേഖലയിൽ ഖനനങ്ങളോ JCB പണിയോ പാടില്ലാന്നിരിക്കുക ആണ് ഇവർ ചെയ്യുന്നത്. ഞാന്ന് വെള്ളിയാഴ്ച വില്ലേജ് ഓഫീസറും പോലീസുകാരും വന്ന് JCB പണിയെടുത്തിട്ട് പണി നിർത്തി വെക്കുകയും അവരോട് ഓരോ ഓർഡറോ കാര്യങ്ങളോ കിട്ടാതെ പണി നടത്തരുതെന്ന് പറയുകയാണ് ചെയ്ത്. അപ്പോൾ ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞ് വന്ന് പണി നടത്തുകയാണ്. അതാണ് ഇവിടുത്തെ കപ്പകല്ലുള്ള ജനങ്ങളും ഒക്കെ കൂടെ തടഞ്ഞത്. ഈ മേഖലയിൽ ഖനന പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നേരത്തെ അറിയിച്ചിരുന്നതായും ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് റോഡ് നിർമ്മാണം നടത്തിയാൽ ജനങ്ങളുടെ ജീവന് വലിയ ഭീഷണി ഉണ്ടാകുമെന്നാണ് ചോലാർമലയിലെ ആദിവാസി കോളനിവാസികൾ പറയുന്നത്. കോളനി നിവാസികളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസവും വില്ലേജ് അധികൃതർ എത്തി നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും പ്രവൃത്തി നടത്തിയതോടെ പരാതിയുമായി കോളനിവാസികൾ രംഗത്ത് വരികയായിരുന്നു. ആദിവാസി ഭൂമിയിലാണ് പ്രവൃത്തി നടത്തുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആദിവാസികൾ താമസിക്കുന്ന കപ്പക്കല്ല് മേഖലയിലേക്കാണ് റോഡ് നിർമ്മാണം നടത്തുന്നതെന്നും നിർമ്മാണം തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കപ്പക്കല്ല് കോളനിവാസികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ 5-8 കുടുംബങ്ങളാണ് ഇവിടെ കോളനി, കപ്പക്കല്ല് കോളനിയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു മരിച്ചാലും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ടടക്കണമല്ലോ ഞങ്ങളെ സ്ഥലത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്കിപ്പം ഗവൺമെന്റ് ഒരു 10 ലക്ഷം റുപ്യ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താഴത്ത് കൂടെ എടുക്കുമ്പോൾ ഞങ്ങൾ ഉരുൾപൊട്ടലിന് അന്ന് കൊടുക്കേണ്ട ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങൾ എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളെ കോളനിക്ക് റോഡ് വേണം. ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങൾക്ക് പറ്റൂല. ഇതിൽ തന്നെ ഞങ്ങൾക്ക് റോഡ് വേണ്ടി വരും. ഇത് പഞ്ചായത്ത് റോഡായിരുന്നു ആദ്യം വന്നതാണത്. അപ്പൊ ആ റോഡ് ഇവരെന്തിനാ തടയണമെന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇവരാണ് തടയണത്, ഈ ചോലാറ കോളനി. അങ്ങനെയാണ്, ഓലാണ് തടയണത്. ഇതിലിപ്പോ ഓർക്ക് ഇത് വരേണ്ട ഒരു ആവശ്യമില്ല. ഇതിലിപ്പോ ഇതിന് മുന്നേ ഉരുൾ പൊട്ടിയിട്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. താഴെയുള്ളവർക്ക് ഈ റോഡ് അങ്ങോട്ട് വരാനുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ 2018 ചെറിയൊരു ഉരുൾപൊട്ടൽ വന്നിട്ട് ആ റോഡും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഏതായാലും റോഡ് വെട്ടാൻ കഴിയില്ല. അപ്പോൾ ഇവരിങ്ങനെ വെട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കാനാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അത് വെട്ടി വരുമ്പോഴാണ് ഈ പുറത്തുള്ള ഈ ഭാഗത്തുള്ള സ്ഥലക്കാരല്ല, പുറത്തുള്ള ആൾക്കാരാണ് ഈ റോഡ് നടന്നത്. റോഡ് അടക്കുന്ന സ്വകാര്യ വ്യക്തിയില്ല. പിന്നെ കുറച്ച് സ്ഥലമാണ് നമ്മളതിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവരുടെ സ്ഥലം തന്നെയാണ്.
അപ്പോൾ ഇവര് പറയണത് ഇനി റിസോർട്ടും കാര്യങ്ങളും കൊണ്ടുവരാന്നുള്ള കണ്ടീഷനാണ് ഓര് പറയുന്നത്. അതാ ഈ തടഞ്ഞ ആൾക്കാർ. സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഭൂമിയായതിനാൽ റോഡ് നിർമ്മിക്കാൻ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്നും അനാവശ്യമായി പ്രവൃത്തി തടയുകയാണെന്ന ആരോപണവുമായി സ്ഥല ഉടമകളും രംഗത്ത് വന്നിട്ടുണ്ട്. യാതൊരു കാരണവുമില്ലാതെയാണ് സ്വകാര്യ ഭൂമിയിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. യാതൊരു കാരണവുമില്ലാതെ പരാതി കൊടുക്കുക, പോലീസിനെയും വില്ലേജ് ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിക്കുക, എന്നിട്ട് തടയുക. ഇപ്പോൾ ഒരാഴ്ചയായി ഈ പ്രവൃത്തി തുടങ്ങും, പോലീസ് വരുന്ന് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ആളുകൾക്ക് പറമ്പ് വളം അതുപോലെ തൈ മറ്റൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ. അല്ല അപ്പുറത്തുള്ള ഒരാളാണ് ഇതിന്റെ പരാതിക്കാരൻ. ഒരു വ്യക്തി പരാതി കൊടുക്കുക, എഴുതി കൊടുത്ത പരാതി പോലും ഇല്ല. ഒരു സ്റ്റോപ്പ് മെമ്മോ തരാതെയാണ് ഈ നിർത്തിവെക്കുന്നത്. ഒരു റീസൺ കാണിക്കണ്ടേ, എന്താ കാരണം? അനുമതി സ്വകാര്യ വ്യക്തിന്റെ ഭൂമിയിൽ റോഡ് ശരിയാക്കുന്നതിന് എന്തനുമതിയാണ് വേണ്ടത്? എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന് എടവണ്ണ പോലീസും ബന്ധപ്പെട്ട മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു. ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ? ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട്. മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.